നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷിനെയും സ്നേഹയും ഈ വീടിനകത്തേക്ക് തിരിച്ചു കയറ്റേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തം. പക്ഷേ കുറച്ചുകൂടി കാത്തിരിക്കണം. അല്ലെങ്കിൽ അച്ഛൻ അതിനുള്ള ധൈര്യം കാണിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അച്ഛനൊരു തീരുമാനമെടുത്താൽ അതിനെ അച്ഛൻ്റെ ആൺമക്കൾ എതിർക്കില്ല. ഇഷ്ടക്കേട് പറയുമായിരിക്കും, പക്ഷെ അനുസരിക്കും. ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനം അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ അവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്നും അവർക്ക് ഔട്ട് ഹൗസിൽ തന്നെ ജീവിക്കേണ്ടി വരും. എന്ത് വേണമെന്ന് അച്ഛൻ ആലോചിച്ച് തീരുമാനിക്കേ. ഞാൻ അച്ഛന്റെ കൂടെ തന്നെയുണ്ട്. അർച്ചന പറഞ്ഞത് കേട്ടിട്ട് അച്ഛൻ ചാടിക്കേറി തീരുമാനമൊന്നും എടുക്കാൻ നിൽക്കണ്ട. സച്ചയെ പറഞ്ഞു മയക്കി അവരുടെ സാരത്തുമ്പി കെട്ടിക്കൊണ്ട് നടക്കാൻ അർച്ചനയ്ക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അതുപോലെയല്ല അച്ഛന്റെ മറ്റു 2 ആൺമക്കൾ, പ്രത്യേകിച്ച് നന്ദേട്ടൻ. അവര് രണ്ടുപേരും ഇതിനൊരിക്കലും സമ്മതിക്കില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ എന്റെ മോൾ ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കണമെന്നാണോ നീ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷെ മകൾക്കും മരുമകനും വേണ്ടി അച്ഛൻ ആൺമക്കളെ ശത്രുക്കളാക്കരുത്. മതി, ഇനി നീ ഒന്നും പറയണ്ട. നിനക്കൊരു കാര്യം അറിയാവോ? അച്ഛനും അമ്മയ്ക്കും എല്ലാ മക്കളും ഒരുപോലെയാ. അതിലാണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഏത് മക്കൾക്ക് ദുഃഖം വന്നാലും അത് അച്ഛന്റെയും അമ്മയുടെയും ദുഃഖം തന്നെയാ. ഇവിടെ ഇപ്പോ അവളുടെ അമ്മയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആൺമക്കളെയെല്ലാം അവള് പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നു. ഈ വീട് സ്നേഹയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. എന്നിട്ടാ അവൾ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. നീ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ? അവളുടെ അമ്മയുടെ സ്ഥാനമില്ലേ നിനക്ക്? നന്ദനെയും സന്ദീപിനെയും നിനക്ക് പറഞ്ഞ് സമ്മതിപ്പിച്ചൂടെ? ഞാൻ പറയാനോ? കൊള്ളാം. അച്ഛന്റെ മകൻ എന്നെ കടിച്ചു കയറി കൊന്നുകളയും. എങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. എന്റെ ആൺമക്കൾ എന്റെ ഒപ്പം നിന്നാലും ഇല്ലെങ്കിലും എന്റെ മകളെ ഞാൻ ഉപേക്ഷിക്കില്ല. പറഞ്ഞേക്ക് നിന്റെ ഭർത്താവിനോട്. അത് ശരി, കിളവനാള് കൊള്ളാലോ. ഇതിനെല്ലാം പിന്നിൽ അർച്ചനയുടെ കുത്തിത്തിരിപ്പാണ്. അവളൊപ്പം നിൽക്കുന്നതുകൊണ്ട് കിളവൻ ഇത്രയ്ക്ക് ധൈര്യം. എന്തായാലും ധനുഷിനെയും മരുമകനായിട്ട് ഈ വീടിന്റെ കൈപിടിച്ച് കയറ്റാൻ ഞാൻ ജീവിച്ചിരിക്കുന്ന സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.